MLA എന്ന നിലയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടതെന്ന് കോൺഗ്രസ് നിയുക്ത കൌൺസിലർമാർ തങ്ങളെ സഹായിച്ച ഒരാളെന്ന നിലയ്ക്കാണ് കണ്ടത്. ആരോപണങ്ങൾ കോടതിക്ക് മുമ്പാകെയുള്ളതാണെന്നും കൌൺസിലർമാർ പ്രതികരിച്ചു. അനൌദ്യോഗികമല്ല, ഔദ്യോഗികമായിട്ട് തന്നെയാണ് പോയത്. കഴിഞ്ഞ വർഷത്തിൽ MLA ഫണ്ട് വിനിയോഗിച്ചിട്ട് 30 കൊല്ലമായിട്ട് നടക്കാത്തൊരു റോഡ് ഞാൻ ഇപ്പോൾ പ്രതിനിധിയായ വാർഡിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രതിനിധാനം ചെയ്ത വാർഡിലെ ഒരു വോട്ടറും കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്രയും ആരോപണങ്ങളും അപമാനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം ആ ഒരു വോട്ട് പാഴാക്കാതെ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വാർഡിൽ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പോയി തോന്നി. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം മാത്രമാണുള്ളത്, അല്ലാതെ ബാക്കിയുള്ളത് തീരുമാനിക്കേണ്ടത് കോടതിയാണല്ലോ. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, മാലയിട്ട് സ്വീകരിച്ചതിലുള്ള ന്യായീകരണമാണ് കണ്ടത്. അപ്പോൾ വോട്ട് ചെയ്യാൻ വന്നത് തന്നെ മഹാത്യാഗമായിട്ടാണോ അദ്ദേഹം കാണുന്നത്? സ്മൃതി, അതായത് പാലക്കാട് മുനിസിപ്പാലിറ്റിക്കകത്ത് വിജയിച്ച 3ഓളം കൗൺസിലർമാരാണ്, അല്ലെങ്കിൽ നിയുക്ത കൗൺസിലർമാരാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ വിജയത്തിന് തൊട്ട് പിന്നാലെ MLA ഓഫീസിലേക്ക് എത്തി കാണുന്നത്. DCC ഓഫീസിലേക്ക് എത്തി DCC പ്രസിഡന്റുമാരെ കാണുന്ന, അല്ലെങ്കിൽ DCC പ്രസിഡന്റിനെ തന്നെ കാണുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിട്ട് കണ്ട ഈ നിയുക്ത കൗൺസിലർമാരുടെ ഈ പ്രവൃത്തി വലിയ രീതിയിൽ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ തന്നെ അത് വലിയ ചർച്ച ആവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു വിശദീകരണം നടത്തുകയാണ് ഈ നിയുക്ത കൗൺസിലർമാർ. വലിയ സഹായങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിട്ട് തന്നെ കണ്ട് നന്ദി അറിയിക്കാൻ വേണ്ടി പോയത് എന്നുള്ളതാണ് പ്രക്ഷോഭ്, അതുപോലെ തന്നെ PS വിപിൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ വ്യക്തമാക്കുന്നത്. പ്രക്ഷോഭിന്റെ വാർഡിലെ വോട്ടർ കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇത്തരത്തിൽ ആരോപണങ്ങൾ നേരിടുമ്പോഴും നേരിട്ട് എത്തി വോട്ട് ചെയ്തതിന്റെ ഒരു നന്ദി ഉൾപ്പെടെ അറിയിക്കാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിൽ പോയി കണ്ടതെന്നുള്ളതാണ് പ്രക്ഷോഭ് പറയുന്നത്. PS വിപിൻ ആണെങ്കിൽ തനിക്ക് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. CPM-ഉം BJP തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയാൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് സഹായിച്ചത് രാഹുൽ